നമ്മൾ ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡിനെ പറ്റിയാണ് ഇപ്പം നമ്മൾ ക്ലാസ്സുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ബീമുകളെ എങ്ങനെ അനലൈസ് ചെയ്യാം എന്നാണ് നമ്മൾ പറയുന്നത്. ഇന്ന് നമ്മൾ കാൻഡിലിവർ ബീമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കാൻഡിലിവർ പാർഷ്യലി ലോഡഡ് വിത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓഫ് W per unit length from the fixed and for a length L1 എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു കാൻഡിലിവർ ബീം ഇത് പാർഷ്യലി ലോഡഡ് ആണ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് പാർഷ്യലി കൊടുത്തിട്ടുണ്ട്. ഫിക്സഡ് എൻഡിൽ നിന്നും L1 ലെങ്തിലാണ് ആ ലോഡ് ആക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാൻഡിലിവർ ബീമിൻ്റെ കേസിൽ നമ്മൾ ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറയുകയാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ബീം കണ്ടോ? ഇതൊരു കാൻഡിലിവർ ബീമാണ്. ഒരെണ്ട് ഫിക്സഡ് ഒരെണ്ട് ഫ്രീ. AB കാൻഡിലിവർ ബീമിൻ്റെ നെയിം AB എന്ന് നമ്മൾ കൊടുത്തു. കണ്ടോ? അതിൻ്റെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് പാർഷ്യലി ആണല്ലേ, ഫുള്ളി അല്ല, പാർഷ്യലി UDL ആക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ ഒരു കാൻഡിലിവർ ബീമിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ L ആണ്. ഓക്കെ, ഇവിടെ ഒരു സെക്ഷൻ കാണിച്ചിട്ടുണ്ട്, XX സെക്ഷൻ. ആ XX സെക്ഷൻ വരെ ഫിക്സഡ് എൻഡിൽ നിന്ന് ആ XX സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് X ആണ്. ഓക്കെ, പിന്നെ ഈ L1 എന്ന് പറയുന്നത് ഈ കാൻഡിലിവർ ലോഡ് ആക്ട് ചെയ്തിരിക്കുന്ന ലെങ്ത് ആണ് L1 എന്ന് പറയുന്നത്. അപ്പോൾ ഈ XX സെക്ഷൻ മുതൽ ഈ C വരെ, C എന്ന് പറയുന്നത് ലോഡ് ആക്ട് ചെയ്തിരിക്കുന്ന ആ പൊസിഷൻ നമ്മൾ C എന്ന് കൊടുത്തിരിക്കുകയാണ്. അപ്പം XX സെക്ഷനിൽ നിന്ന് C വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L1 മൈനസ് X ആയിരിക്കും അല്ലേ. ടോട്ടൽ L1 ആണ്, ഇത് X ആണ്, ഇത്രയും X ആണ്. അപ്പം ഇതെന്ന് പറയുന്നത് L1 മൈനസ് X ആയിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ ബീം ഡിഫ്ലക്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ കാണിച്ചിരിക്കുന്നത്. W ലോഡ് UDL ആക്ട് ചെയ്തപ്പോൾ ബീമിൻ്റെ ഡിഫ്ലക്റ്റഡ് കർവ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് കർവാണ് ഈ കാണിച്ചിരിക്കുന്നത്. θC എന്ന് പറയുന്നത് സിയിലെ സ്ലോപ്പാണ് θC എന്ന് പറഞ്ഞത്. ഇവിടെ θCയും θBയും സെയിം ആയിരിക്കും. കാരണം ഇവിടെ സിക്കും ബിക്കും ഇടയ്ക്ക് മറ്റു ബെൻഡിങ് മൊമെൻറ്റുകളോ ലോഡുകളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് θC അതായത് സിയിലെ സ്ലോപ്പ് തന്നെ ആയിരിക്കും ബിയിലെ സ്ലോപ്പ് എന്ന് പറഞ്ഞത്. θC = θB ആയിരിക്കും. പിന്നെ ഇവിടുത്തെ മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞതാണ് BP' ആണ് മാക്സിമം ഡിഫ്ലക്ഷൻ, അല്ലെങ്കിൽ YB, അല്ലെങ്കിൽ നമ്മൾ Ymax എന്ന് പറയും. ഓക്കെ, നമുക്ക് ആദ്യമേ ഈ XX സെക്ഷനിലെ മൊമെൻ്റ് എന്താണെന്ന് നോക്കാം. മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഇവിടുത്തെ ഫോഴ്സ് അല്ലെങ്കിൽ ലോഡ് എന്ന് പറയുന്നത് W kN/m ആണ്. അത് എത്ര ഡിസ്റ്റൻസിലാണ്, XX ഡിസ്റ്റൻസിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറിയാണ് ആക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ലോഡിൽ നിന്നും ലോഡ് മുതൽ XX ഡിസ്റ്റൻസ് വരെ എത്ര ഡിസ്റ്റൻസിലാണ്, L1 മൈനസ് X ഡിസ്റ്റൻസിലാണ് ലോഡ് ആക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ, സെക്ഷൻ XSൽ നിന്നും. അപ്പോൾ ഇവിടുത്തെ മൊമെൻ്റ് അറ്റ് സെക്ഷൻ XS എന്ന് പറഞ്ഞാൽ നമ്മൾ MX എന്ന് ഡിനോട്ട് ചെയ്യുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും, W ഇൻറ്റു എന്താണ് കാൻഡിലിവർ ബീമിൻ്റെ അല്ല യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ കേസിൽ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, WL²/2 ആണ് അല്ലേ. ഇവിടുത്തെ L എന്ന് പറയുന്നത് L1 മൈനസ് X ആണ്, XS സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പം മൊമെൻ്റ് അറ്റ് XS സെക്ഷൻ അല്ലെങ്കിൽ MX ഇസ് ഈക്വൽ ടു W ഇൻറ്റു L1 മൈനസ് X ദ ഹോൾ സ്ക്വയർ/2 എന്ന് വരും. ഓക്കെ, ഇവിടെ W ഡൗൺവേർഡ് ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവായിട്ടാണ് W എടുക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ മൊമെൻറ്റ് എന്ത് വരും, MX ഇസ് ഈക്വൽ ടു -W ഇൻറ്റു L1 മൈനസ് X ദ ഹോൾ സ്ക്വയർ/2. ഓക്കെ, MX എന്ന് പറഞ്ഞാൽ എന്താണ്, EI ഇൻറ്റു d²y/dx² ആണ് അല്ലേ, ഫ്ലക്ഷണൽ ഇക്വേഷൻ ആണ്. മൊമെൻ്റ് എന്ന് പറയുന്നത് EI ഇൻറ്റു d²y/dx² ആണ്. EI എന്ന് പറയുന്നത് ഫ്ലക്ഷണൽ റിജിഡിറ്റി ആണ്. അപ്പോൾ നമ്മൾ MXന് വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. EI ഇൻറ്റു d²y/dx² ഇസ് ഈക്വൽ ടു MX വിച്ച് ഈസ് ഈക്വൽ ടു -W ഇൻറ്റു L1x ദ ഹോൾ സ്ക്വയർ/2. ഓക്കെ, നമുക്കിനി ഇക്വേഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. എങ്ങനെ വരും, ഇൻറ്റഗ്രൽ ഓഫ് EI ഇൻറ്റു d²y/dx² ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് -W ഇൻറ്റു L1x ദ ഹോൾ സ്ക്വയർ/2 വിത്ത് റെസ്പെക്ട് ടു Xൽ. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ EIയും -W/2ഉം കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇങ്ങനെ വരുമല്ലോ. നമ്മൾ ആ ഇക്വേഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ ഓഫ് EI ഇൻറ്റു d²y/dx² ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് -W/2 ഇൻറ്റു L1 മൈനസ് X ദ ഹോൾ സ്ക്വയർ. ഓക്കെ, കോൺസ്റ്റൻറ്റിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. കോൺസ്റ്റൻറ്റിനെ നമ്മൾ പുറത്തേക്ക് എടുത്തപ്പോൾ EI ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് d²y/dx² ഇസ് ഈക്വൽ ടു -W/2 ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് L1 മൈനസ് X ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇൻറ്റഗ്രൽ ഓഫ് d²y/dx² എന്താണ്, dy/dx ആണ് അല്ലേ. ഇൻറ്റഗ്രൽ ഓഫ് d²y/dx² എന്ന് പറയുന്നത് dy/dx ആണ്.
ഇവിടെ അതുപോലെ എന്ത് വരും? L1 minus x the whole square എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ എന്താണ്? എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ ആണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് L1 മൈനസ് എക്സ് ആണ്. അപ്പോൾ എന്ത് വരും? L1 മൈനസ് എക്സ് ദ ഹോൾ റേസ് ടു 2 പ്ലസ് 1 ബൈ 2 പ്ലസ് 1 ഇൻറ്റു എന്തും കൂടെ വരും? ഇവിടെ ഒരു മൈനസ് എക്സ് വന്നിട്ടുണ്ടല്ലേ, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? -1 അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം ഇൻ്റഗ്രൽ ഓഫ് L1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ത് വരും? L1 മൈനസ് എക്സ് ദ ഹോൾ ക്യൂബ് ബൈ 3 ഇൻറ്റു -1 പ്ലസ് C1 ഇസ് ദ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഇത് VI ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഈ ഒരു 2 മൈനസ് വന്നല്ലേ, അപ്പോൾ പോസിറ്റീവ് പ്ലസ് W/2 ഇൻറ്റു L1 എക്സ് ദ ഹോൾ ക്യൂബ് ബൈ 3 പ്ലസ് C1. നമ്മൾ ഈ ഇക്വേഷൻ 1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് C1 കണ്ടുപിടിക്കണം. C1 കണ്ടുപിടിക്കാൻ ഫിക്സഡ് എൻഡ് കണ്ടീഷനാണ് നമ്മൾ എടുക്കുന്നത്. ഈ ബീമിൻ്റെ ഫിക്സഡ് എൻഡിൽ എക്സ് 0 ആണ്, അതുപോലെ വൈയും 0 ആണ്, അതുപോലെ dy/dxും 0 ആണ്. ഇതാണ് ഫിക്സഡ് എൻഡ് കണ്ടീഷൻ. ഓക്കെ, നമ്മൾ ഈ കണ്ടീഷൻ നമ്മുടെ ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എന്ത് വരും? ഫിക്സഡ് എൻഡിൽ dy/dx 0 ആണല്ലേ, അപ്പം EI ഇൻറ്റു 0 dy/dx is 0 വിച്ച് ഇസ് ഈക്വൽ ടു W/2 ഇൻറ്റു L1 മൈനസ് എക്സ് എന്താണ്? 0 ദ ഹോൾ ക്യൂബ് ബൈ 3 പ്ലസ് C1 എന്ന് വരും. ഇവിടെ എന്ത് വരും? EI ഇൻറ്റു 0 ആണ്. W/2 ഇൻറ്റു L1 മൈനസ് 0 എന്ന് പറയുന്നത് L1 ആണ്. L1 ക്യൂബ് ബൈ 3 പ്ലസ് C1. ഓക്കെ, അപ്പോൾ C1 എന്ത് വരും? ഇവിടെ 2ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്ത് വരും? W/6 ഇൻറ്റു L1 ക്യൂബ് പ്ലസ് C1 എന്ന് വരും അല്ലേ. അപ്പോൾ C1 എന്താണ്? ഈ ടേം റൈറ്റ് സൈഡിൽ പോയി കഴിയുമ്പം C1 ഇസ് ഈക്വൽ ടു -W/6 ഇൻറ്റു L1 ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ C1നെ നമ്മുടെ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ 1. ഈ ഇക്വേഷൻ 1ൽ നമുക്ക് C1നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. നോക്കിക്കേ, സബ്സ്റ്റിറ്റ്യൂട്ട് C1 ഇൻ ഇക്വേഷൻ 1. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ 1. EI ഇൻറ്റു dy/dx ഇസ് ഈക്വൽ ടു W/6 ഇൻറ്റു L1 എക്സ് ദ ഹോൾ ക്യൂബ് പ്ലസ് C1 എന്തെന്ന് നമുക്ക് കിട്ടി? -W L1 ക്യൂബ് ബൈ 6 എന്ന് കിട്ടി. ഈ C1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇക്വേഷൻ 1 എങ്ങനെയായിട്ട് മാറും? EI ഇൻറ്റു dy/dx ഇസ് ഈക്വൽ ടു W/6 ഇൻറ്റു L1 മൈനസ് എക്സ് ദ ഹോൾ ക്യൂബ് minus W L1 cube by 6. Okay, C1 is minus W L1 cube by 6. This equation is denoted as equation number 2. ഈ ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇനി നമ്മുടെ ഈ ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് ഡിനോട്ട് ചെയ്തു. നമ്മൾ ഇക്വേഷൻ നമ്പർ 2നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ ഓഫ് EI ഇൻറ്റു dy/dx ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് W/6 ഇൻറ്റു L1 എക്സ് ദ ഹോൾ ക്യൂബ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് W L1 ക്യൂബ് ബൈ 6 എന്ന് കിട്ടുന്നു. ഓക്കെ, കോൺസ്റ്റന്റ്. അപ്പോൾ നമ്മൾ അതിനെ ഇൻ്റഗ്രലിന് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എങ്ങനെ വരും? EI ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് dy/dx മൈനസ് W/6 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് L1 മൈനസ് എക്സ് ദ ഹോൾ ക്യൂബ് മൈനസ് W/6 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് L1 ക്യൂബ്. അപ്പോൾ എന്താണ് ഇൻ്റഗ്രൽ ഓഫ് dy/dx? ഇൻ്റഗ്രൽ ഓഫ് dy/dx എന്ന് പറയുന്നത് y ആണ് അല്ലേ. W/6 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് L1 മൈനസ് എക്സ് ദ ഹോൾ ക്യൂബ് എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു n എന്ന് പറയുന്നത് എക്സ് റേസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1. അപ്പം ഇൻ്റഗ്രൽ ഓഫ് L1 മൈനസ് എക്സ് ദ ഹോൾ ക്യൂബ് എന്ത് വരും? L1 മൈനസ് എക്സ് ദ ഹോൾ റേസ് ടു 3 പ്ലസ് 1 ബൈ 3 പ്ലസ് 1 ഇൻറ്റു എന്തും കൂടെ വരും? ഇവിടെ -x ഉള്ളതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ -x ആയതുകൊണ്ട് ഇൻറ്റു -1 കൂടെ വരും. -W/6 ഇൻറ്റു ഇവിടെ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. L1 ക്യൂബ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റൻറ്റിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്ത് വരും? ഇവിടെ എങ്ങനെയാണ്? വിത്ത് റെസ്പെക്ട് ടു dx ആകുമ്പോൾ ഇൻ്റഗ്രൽ ഓഫ് L1 ക്യൂബ് ഇൻറ്റു dx എന്നാണ് അല്ലേ. L1 ക്യൂബ് കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുത്താൽ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് dx എന്ന് വരും. ആ ഇൻ്റഗ്രൽ ഓഫ് dx ആണ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ W/6 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് L1 ക്യൂബ് എന്ന് പറയുന്നത് W/6 ഇൻറ്റു L1 ക്യൂബ് ഇൻറ്റു എക്സ്. ഓക്കെ, പ്ലസ് C2 ഇസ് ദ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഓക്കെ, നമുക്കിതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഈ -1 ഇവിടെയുണ്ട്. നമുക്ക് -1 ഇൻറ്റു W/6 ഇൻറ്റു L1 മൈനസ് എക്സ് റേസ് ടു 4/4 എന്ത് വരും? -W/6 ഇൻറ്റു L1 മൈനസ് എക്സ് ദ ഹോൾ റേസ് ടു 4/4 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. എങ്ങനെ വരും? EI ഇൻറ്റു y ഇസ് ഈക്വൽ ടു -W/24 ഇൻറ്റു L1 മൈനസ് എക്സ് ദ ഹോൾ റേസ് ടു 4 മൈനസ് W L1 ക്യൂബ് ഇൻറ്റു x/6 പ്ലസ് C2 ഇസ് ദ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ദിസ് ഈസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 3. ഈ ഇക്വേഷനാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് എടുക്കുന്നത്.
എൻഡിൽ എക്സ് 0 ആണ്, വൈ 0 ആണ്, അതുപോലെ dy/dx 0 ആണ്. ഈ കണ്ടീഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 3യിൽ കൊടുക്കാൻ പോവുകയാണ്. y 0 അല്ലേ ഫിക്സഡ് എൻഡിൽ, അപ്പം ei ഇൻറ്റു 0 ഓക്കെ വിച്ച് ഈസ് ഈക്വൽ ടു 0 ആകും. -w/24 ഇൻറ്റു L1 മൈനസ് എക്സ് 0 ആണ് ഫിക്സഡ് എൻഡ് കണ്ടീഷനിൽ. L1 മൈനസ് 0 ദ ഹോൾ റെസ്റ്റ് 4 മൈനസ് WL1 ക്യൂബ് ഇൻറ്റു 0/6 വിച്ച് ഈസ് ഈക്വൽ ടു 0 പ്ലസ് എന്ത് വരും C2. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് C2 എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ei ഇൻറ്റു 0 വിച്ച് ഈസ് ഈക്വൽ ടു 0, ഇവിടെ -w/24 ഇൻറ്റു L1 മൈനസ് 0 എന്ന് പറഞ്ഞാൽ L1 ആണ്, L1 റേസ്ഡ് ടു 4 പ്ലസ് C2. ഓക്കെ, അപ്പോൾ C2 എന്ത് വരും? C2 ഈസ് ഈക്വൽ ടു w/24 ഇൻറ്റു L1 റേസ്ഡ് ടു 4. നമുക്ക് C2 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഈ C2 വാല്യൂവിന് നമുക്ക് കിട്ടിയ വാല്യൂ നമ്മൾ ഇക്വേഷൻ നമ്പർ 3യിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3 എങ്ങനെയാവും? ei ഇൻറ്റു y ഈസ് ഈക്വൽ ടു -w/24 ഇൻറ്റു L1 മൈനസ് എക്സ് ദ ഹോൾ റേസ്ഡ് ടു 4 മൈനസ് WL1 ക്യൂബ് ഇൻറ്റു x/6 പ്ലസ് C2 എന്ന് പറയുന്നത് w/24 ഇൻറ്റു L1 റേസ്ഡ് ടു 4 ആണ്. ഓക്കെ, കണ്ടോ? അപ്പം നമ്മൾ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഓക്കെ, ഇക്വേഷൻ നമ്പർ 3 ആണ്. C2ൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ei ഇൻറ്റു y വിച്ച് ഈസ് ഈക്വൽ ടു -w/24 ഇൻറ്റു L1x ദ ഹോൾ റേസ്ഡ് ടു 4 മൈനസ് WL1 ക്യൂബ് ഇൻറ്റു x/6 പ്ലസ് w/24 ഇൻറ്റു L1 റേസ്ഡ് ടു 4. നമുക്ക് ഈ ഇക്വേഷനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 4 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ഈ ഇക്വേഷൻ നമ്പർ 4 ആണ് നമുക്ക് ഡിഫ്ലക്ഷനെ തരുന്ന ഇക്വേഷൻ, അല്ലെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്നത്. അതുപോലെ ഇക്വേഷൻ നമ്പർ 2ൽ നിന്നാണ് നമ്മൾ സ്ലോപ്പിനെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി സ്ലോപ്പ് കണ്ടുപിടിക്കാം. നമ്മൾ ആദ്യം സിയിലെ സ്ലോപ്പാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സിയിലെ സ്ലോപ്പ് എന്ന് പറയുമ്പം എന്ത് വരും? ഇവിടെ ഉണ്ടാകുന്ന സ്ലോപ്പാണ് അല്ലേ, θc ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം സി വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഫിക്സഡ് എൻഡിൽ നിന്ന് സി വരെ L1 ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പം നമ്മുടെ ഇക്വേഷൻ നമ്പർ 2ൽ x ഇസ് ഈക്വൽ ടു L1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് θc ആൻസർ കിട്ടും. ഓക്കെ, മനസ്സിലായോ? θc എന്ന് പറഞ്ഞതല്ലേ, സി എന്ന് പറഞ്ഞത് ഫിക്സഡ് എൻഡിൽ നിന്ന് L1 ഡിസ്റ്റൻസ് വരെയാണ്. അപ്പം നമ്മൾ ഇൻ ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് x ഇസ് ഈക്വൽ ടു L1 വി ഗെറ്റ് the value of θc അല്ലെങ്കിൽ equation of θc. okay, substitute x is equal to L1 in equation 2. equation 2 എന്ന് പറഞ്ഞത് ei into dy/dx is equal to w/6 into L1x the whole cube minus WL1 cube by 6 ആയിരുന്നു നമുക്ക് കിട്ടിയ equation number 2. ഇവിടെ നമുക്ക് x is equal to L1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്ത് വരും? ei into dy/dx is equal to w/6 into L1 minus L1 the whole cube minus WL1 cube by 6. ഓക്കെ, ഇവിടെ എന്ത് വരും? L1 മൈനസ് L1 0 ആണ്, അപ്പോൾ ഈ ഒരു ടേം 0 ആകും. ei ഇൻറ്റു ഇവിടുത്തെ സിയിലെ dy/dx എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ് അല്ലേ, നമ്മൾ സിയിലെ സ്ലോപ്പാണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ dy/dx നമുക്ക് θc എന്ന് എഴുതാം. ei ഇൻറ്റു θc വിച്ച് ഈസ് ഈക്വൽ ടു 0 മൈനസ് WL1 ക്യൂബ് ബൈ 6. ഓക്കെ, ഇവിടെ θc എന്ത് കിട്ടും? θc വിച്ച് ഈസ് ഈക്വൽ ടു ei റൈറ്റ് സൈഡിൽ പോകും അല്ലേ, മൈനസ് WL1 ക്യൂബ് ബൈ 6 ei ആണ് θc, അല്ലെങ്കിൽ സ്ലോപ്പ് അറ്റ് സി എന്ന് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു θc തന്നെ ആയിരിക്കും θb എന്ന് പറഞ്ഞു അല്ലേ, കാരണം ദർ ഇസ് നോ ബെൻഡിങ് മൊമെൻറ്റ് ബിറ്റ്വീൻ ബി ആൻഡ് സി. ബിക്കും സിക്കും ഇടയ്ക്ക് മറ്റ് ലോഡുകളോ മറ്റ് ബെൻഡിങ് മൊമെൻറ്റുകളോ ഒന്നും ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ട് θc ഇസ് ഈക്വൽ ടു θb വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് WL1 ക്യൂബ് ബൈ 6 ei. ഓക്കെ, നമുക്കിനിയും ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാം. സിയിലെ തന്നെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാം. ഇതുപോലെ തന്നെ ഇക്വേഷൻ നമ്പർ 4ൽ നമ്മൾ എക്സിന് L1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്കതിൽ നിന്ന് ഡിഫ്ലക്ഷൻ അറ്റ് സി അല്ലെങ്കിൽ YC കിട്ടും. ഓക്കെ, ഇക്വേഷൻ നമ്പർ 4 എന്തായിരുന്നു? ei ഇൻറ്റു y വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് w ഇൻറ്റു L1 മൈനസ് എക്സ് ദ ഹോൾ റേസ്ഡ് ടു 4/24 മൈനസ് w ഇൻറ്റു L1 ക്യൂബ് ഇൻറ്റു x/6 പ്ലസ് w ഇൻറ്റു L1 റേസ്ഡ് ടു 4/24 ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ നമ്പർ 4 എന്ന് പറഞ്ഞത്. ഓക്കെ, ഇവിടെ സിയിലെ y എന്ന് പറയുന്നതാണ് ഡിഫ്ലക്ഷൻ. നമ്മൾ സിയിലെ കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് yക്ക് YC എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? x ഇസ് ഈക്വൽ ടു L1 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പം ei ഇൻറ്റു YC ഇസ് ഈക്വൽ ടു മൈനസ് w ഇൻറ്റു L1 മൈനസ് L1 ദ ഹോൾ റേസ്ഡ് ടു 4/24 മൈനസ് w ഇൻറ്റു L1 ക്യൂബ് ഇൻറ്റു L1 അല്ലേ.
ഡിവൈഡ് ബൈ 6 പ്ലസ് WL1/4/24. ഇവിടെ ഈ ഒരു ടേം 0 ആകും. L1 മൈനസ് L1 ആണ്, 0 ആകും. അപ്പോൾ എന്ത് വരും? EI ഇൻറ്റു YC വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് W ഇൻറ്റു L1/4/6 പ്ലസ് W ഇൻറ്റു L1/4/24 എന്ന് കിട്ടും. ഓക്കെ, ഓക്കെ, കിട്ടിയില്ലേ? നമുക്ക് ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. EI ഇൻറ്റു YC ഈസ് ഈക്വൽ ടു മൈനസ് W L1/4/6 പ്ലസ് W L1/4/24 ആണ് അല്ലേ? ഓക്കെ, ഇപ്പം നമുക്കിവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് 24 ഇൻറ്റു W L1/4 പ്ലസ് 6W L1/4/24 ഇൻറ്റു 6. ഇതിനെ നമ്മൾ അവസാനം സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ മുകളിൽ എന്ത് വരും? മൈനസ് 24 W L1/4 പ്ലസ് 6 W L1/4 എന്ന് പറഞ്ഞത് മൈനസ് 18 W L1/4 ഡിവൈഡ് ബൈ 24 ഇൻറ്റു 6. അപ്പോൾ നമ്മൾ ഫൈനൽ സിംപ്ലിഫിക്കേഷൻ കഴിയുമ്പോൾ നമുക്ക് EI ഇൻറ്റു YC എന്ന് പറഞ്ഞത് മൈനസ് W L1/4/8 എന്ന് കിട്ടും. ഓക്കെ, ഈ YC എന്താണ്? EI റൈറ്റ് സൈഡിൽ പോയി കഴിയുമ്പോൾ YC ഈസ് ഈക്വൽ ടു മൈനസ് W L1/4/8 EI. ഓക്കെ, നമുക്ക് ഡിഫ്ലക്ഷൻ അറ്റ് C which is called YC which is equal to minus W L1/4/8 EI. ഓക്കെ, ഇനി നമുക്ക് ഡിഫ്ലക്ഷൻ അറ്റ് ബിയിലെ ഡിഫ്ലക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. സിയിലെ നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പം ബിയിലെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഒന്ന് നോക്കിയേ. ബിയിലെ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? YB ആണല്ലേ. YB എന്ന് പറയുമ്പോൾ എന്ത് വരും? BD പ്ലസ് DB ഡാഷ് ആണ് YB എന്ന് പറഞ്ഞത്. ഓക്കെ, നമുക്കിവിടെ ടാൻ തീറ്റ സി ഒന്ന് നോക്കിയേ. ടാൻ തീറ്റ സി എന്ന് പറയുമ്പോൾ എന്ത് വരും? DB ഡാഷ് ബൈ DC ഡാഷ് എന്ന് വരും. ടാൻ തീറ്റ സി ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. ടാൻ തീറ്റ സി ഈസ് ഈക്വൽ ടു DB ഡാഷ് ബൈ DC ഡാഷ് എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? അതിൽ നിന്ന് DB ഡാഷ് എന്ത് വരും? ടാൻ തീറ്റ സിക്ക് നമ്മൾ ടാൻ തീറ്റ സി എന്ന് പറഞ്ഞത് DB ഡാഷ് ബൈ C ഡാഷ് D ആണ്. അതായത് DB ഡാഷ് എന്ന് പറഞ്ഞത് C ഡാഷ് D ഇൻറ്റു ടാൻ തീറ്റ സി എന്ന് കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിനിയും ഡിഫ്ലക്ഷൻ അറ്റ് B കണ്ടുപിടിക്കാം അല്ലേ? നമ്മൾ ഫിഗറിൽ നിന്ന് പറഞ്ഞു YB അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ അറ്റ് B എന്ന് പറഞ്ഞത് BD പ്ലസ് DB ഡാഷ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, DB ഡാഷ് എന്ന് പറഞ്ഞത് C ഡാഷ് D ഇൻറ്റു ടാൻ തീറ്റ സി, അത് നമ്മൾ ഫിഗറിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ അതായത് ടാൻ തീറ്റ സി എന്ന് പറഞ്ഞാൽ DB ഡാഷ് ബൈ C ഡാഷ് D ആയിരുന്നു. അതിൽ നിന്നും നമുക്ക് DB ഡാഷ് എന്ന് പറഞ്ഞാൽ C ഡാഷ് D ഇൻറ്റു ടാൻ തീറ്റ സി എന്ന് എടുക്കാം. ഓക്കെ, ടാൻ തീറ്റ സി ഈക്വൽ ടു തീറ്റ സി ആണ്. കാരണം തീറ്റ സി ഈസ് വെരി സ്മോൾ. തീറ്റ സിയുടെ വാല്യൂ വെരി സ്മോൾ ആയതുകൊണ്ട് നമ്മൾ ടാൻ തീറ്റ സിയെ തീറ്റ സി എന്ന് എടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ DB ഡാഷ് ഇസ് ഈക്വൽ ടു C ഡാഷ് D ഇൻറ്റു ടാൻ തീറ്റ സിയെ നമ്മൾ തീറ്റ സി ആയിട്ട് എടുക്കുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു DB ഡാഷ് ഇസ് ഈക്വൽ ടു C ഡാഷ് D ഇൻറ്റു തീറ്റ സി എന്ന് നമുക്ക് എടുക്കാം. YB ഇസ് ഈക്വൽ ടു BD പ്ലസ് C ഡാഷ് D ഇൻറ്റു തീറ്റ സി എന്ന് വരും. ഓക്കെ, നമ്മളിവിടെ DB ഡാഷിന് C ഡാഷ് D ഇൻറ്റു തീറ്റ സി എന്ന വാല്യൂ കൊടുത്തു. പക്ഷേ BD എന്ന് പറഞ്ഞാൽ എന്താണ്? C ഡാഷ് ആണല്ലേ. ഫിഗർ നോക്കിയേ. BD എന്ന് പറഞ്ഞാൽ എന്താണ്? C ഡാഷ് ആണ് BD. അതുപോലെ തന്നെ C ഡാഷ് D എന്ന് പറഞ്ഞാൽ എന്താണ്? C ഡാഷ് D എന്ന് പറഞ്ഞാൽ C ഡാഷ് D. ഈ ഡിസ്റ്റൻസ് എന്ത് വരും? ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് L മൈനസ് L1 ആണ്. ഇത് ടോട്ടൽ L ആണ്, ഇത്രയും L1 ആണ്. അപ്പം ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? L മൈനസ് L1 ആണ്. അല്ലെങ്കിൽ C ഡാഷ് D എന്ന് പറഞ്ഞത് L മൈനസ് L1 ആണ്. ഓക്കെ, നോക്കിക്കേ. YB എന്ന് പറയുന്നത് BD പ്ലസ് C ഡാഷ് D ഇൻറ്റു തീറ്റ സി ആണ്. BD എന്ന് പറയുന്നത് C ഡാഷ് ആണ്, നമ്മളിപ്പോൾ ഫിഗറിൽ നിന്ന് പറഞ്ഞു. അതുപോലെ C ഡാഷ് D എന്ന് പറയുന്നത് L ആണ്, L മൈനസ് L1 ആണ്. അപ്പോൾ YB എന്ത് വരും? BDക്ക് C ഡാഷ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ C ഡാഷ് Dക്ക് നമ്മൾ L മൈനസ് L1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. YB ഇസ് ഈക്വൽ ടു C ഡാഷ് പ്ലസ് L മൈനസ് L1 ഇൻറ്റു തീറ്റ സി. ഓക്കെ, ഇതിനകത്തുനിന്ന് C ഡാഷ് എന്ത് വരും? C ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ഇതുപോലെ ഇവിടെ നോക്കിയേ. C ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? YC ആണ് C ഡാഷ് എന്ന് പറയുന്നത് അല്ലേ. YCയുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. മൈനസ് W L1/4/8 EI ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അതുപോലെ തീറ്റ സി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? തീറ്റ സി എന്ന് പറഞ്ഞത് മൈനസ് W L1/6 EI ആയിരുന്നു നമ്മുടെ തീറ്റ സി. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷനകത്ത് C ഡാഷിനും തീറ്റ സിക്കും നമ്മുടെ വാല്യൂസ് ഇട്ട് കൊടുക്കാം. C ഡാഷ് എന്ന് പറഞ്ഞത് YC ആണ്. തീറ്റ സി എന്ന് പറഞ്ഞത് നമുക്ക് ഓൾറെഡി കിട്ടി മൈനസ് W L1/6 EI. ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? YB is equal to എന്ത് വരും? YC എന്ന് പറഞ്ഞത് മൈനസ് W L1/4/8 EI ആണ്.
പ്ലസ് എൽ മൈനസ് എൽ വൺ ഇൻറ്റു തീറ്റ സി എന്ന് പറയുന്നത് മൈനസ് ഡബ്ല്യു എൽ വൺ ക്യൂ ബൈ 6CY. ഓക്കെ, 6CI. ഇതിനകത്ത് നമുക്ക് ഫൈനലായിട്ട് നമുക്ക് പറയാം സ്ലോപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് പറയാം ഡിഫ്ലക്ഷൻ അറ്റ് ബി ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എൽ വൺ റെസ്റ്റ് 4/8TI പ്ലസ് എൽ മൈനസ് എൽ വൺ ഇൻറ്റു ഡബ്ല്യു എൽ വൺ ക്യൂ ബൈ 6CI എന്ന് വിളിക്കാം. ഓക്കെ, ഇവിടെ മൈനസ് ഡബ്ല്യു എൽ വൺ ക്യൂ ബൈ 6CI ആണ്. രണ്ടും മൈനസ് ആയത് നമ്മൾ കോമൺ ആയിട്ട് മൈനസിനെ പുറത്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ വൈ ബി ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എൽ വൺ റെസ്റ്റ് 4/8TI പ്ലസ് എൽ മൈനസ് എൽ വൺ ഇൻറ്റു ഡബ്ല്യു എൽ വൺ ക്യൂ ബൈ 6CI. This is the equation for deflection at B. Okay, or at 3 end.